മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ ഇ ഡി കേസ് പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തി 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റും. GD ചാർജുള്ള ഉദ്യോഗസ്ഥനും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേരെയാണ് തൽക്കാലത്തേക്ക് AR ക്യാമ്പിലേക്ക് മാറ്റുന്നത്. SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിൽ തീരുമാനിക്കും. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ശക്തമായ നടപടികൾ, അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ്? മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ED കേസിലെ പ്രതികൾ ഓണാഘോഷം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടപടിയിലേക്ക് കടക്കുന്നത്. ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്കും തുടർന്ന് IGക്കും സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പ്രകാരമാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 6 പേർക്കെതിരെയാണ് പ്രധാനമായും നടപടിയിലേക്ക് പോകുന്നത്. ഇവരെ ഇവിടെ നിന്നും ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഇവരെ ക്യാമ്പിലേക്ക് 6 പേർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള പ്രശാന്തിനെതിരെയുള്ള നടപടിയും വരും. ആ നടപടിയെ സംബന്ധിച്ച് IG തലത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ IP ബിനു ഉൾപ്പെടെയുള്ള ED കേസിലെ പ്രതികൾ അവർ സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയ സമയത്താണ് അവിടെ നടന്ന മ്യൂസിയം സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും തുടർന്ന് ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തുടർന്നാണ് കർശന നടപടിയിലേക്ക് കടന്നത്. ഈ പോലീസുകാർ ഇവർക്കൊപ്പം ഓണാഘോഷ പരിപാടി, അല്ലെങ്കിൽ പോലീസുകാർക്കൊപ്പം ഇവരും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. എന്നാൽ ഇത് തടയാൻ, അല്ലെങ്കിൽ ഇവർ ഊഞ്ഞാലാടിയതും ചെണ്ട കൊട്ടിയതുമായിട്ട് ഒക്കെ ഉള്ള റീൽസുകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവയൊക്കെ തടയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അടക്കം വന്നിരുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇവർ ധരിച്ചിരുന്നു, എന്നാൽ അവ പോലീസിന്റെ അറിവോടെ അല്ല എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് പോയിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് വീഴ്ച, പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇവരെ തടയുന്നതിനോ വേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ പ്രധാനമായ പരാമർശം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് അക്കാര്യം സംബന്ധിച്ച് DCP ലെവലിൽ ഒരു അന്വേഷണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും കർശനമായ നടപടിയിലേക്ക് പോലീസ് കടക്കും. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രാഥമികമായി 6 പേരെ ഈ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശരി രജിത്ത്, മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ ED പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തി 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക്